ഈ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രീയം ആരോപിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രധാനമായും പറയുന്നത് BJP ഫാസിസ്റ്റ് അല്ലെന്ന പ്രകാശ് കാരന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ലൈനായി മാറുന്നു എന്നാണ് പറയുന്നത്. ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. എന്തൊരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത്. ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക? ഇതാദ്യത്തെ സംഭവമല്ല. UAE പോയിട്ട് UAE ഭരണാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അന്നും ഇവർക്ക് ഗ്രഹണി പിടിച്ചതാണ്. ഇതിന് വേറെ ഒരു പ്രയോഗമുണ്ട്, പക്ഷെ നിങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൽ CPM BJPയുമായി കൈകോർക്കുന്നതിൻ്റെ റിഹേഴ്സലായിരുന്നു ഗവർണറുമായി നിർമ്മല സീതാരാമൻ നടത്തിയെന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. അത് നമ്മൾ പട്ടാമ്പിയിൽ EMS മത്സരിക്കുന്ന സമയം മുതൽ കണ്ടതാണല്ലോ. AKG മത്സരിച്ച സമയത്ത് നമ്മൾ കണ്ടു ഇല്ലേ? അംസക്കെതിരായി ഡോക്ടർ മാധവൻകുട്ടിയെ നിർത്തിയതും നമ്മൾ കണ്ടു. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വടകരയിൽ BJPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ രത്നസിംഗിനെ നിർത്തി കോൺഗ്രസ് പിന്തുണ കൊടുത്തു നമ്മൾ കണ്ടു. നേമത്ത് O രാജഗോപാലിനെ വിജയിപ്പിച്ചതും നമ്മൾ കണ്ടു. അവസാനം തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. പറഞ്ഞ മനസ്സിലായി. ഒരു ഉളുപ്പില്ലാത്ത ഒരു പാർട്ടിക്ക് അവർക്ക് എന്തുമായി തോന്നിയത് പറയാം. പകൽ കോൺഗ്രസും രാത്രി RSSുമാണ് ഇവർ. പറഞ്ഞ മനസ്സിലായി. അതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് ആ പാർട്ടി ഇങ്ങനെ ആയിപ്പോയത്. അതിനിപ്പം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ RSSുമായും BJPയുമായും ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് മാത്രമല്ല, മതസൗഹാർദ്ദത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചൊരു പാർട്ടിയാണ് CPIM. വർഗീയ ലഹള തലശ്ശേരി ആളിക്കത്തിയ സമയത്ത് ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലായ പിണറായി മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പിണറായി. ആ പിണറായി RSSുമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി പുച്ഛമാണ് തോന്നുക. അവർക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മുസ്ലിം ജനവിഭാഗങ്ങളിലും മതന്യൂനപക്ഷങ്ങളിലും പിണറായിക്കുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് സിസ്റ്റമാറ്റിക്കായി ഇല്ലാതാക്കാൻ അവർ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജമാഅത്തെയും SDPയെയും ഇപ്പോൾ കൂട്ടുപിടിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. പണ്ട് അതുപോലും സാധാരണ നിലയിൽ ആലോചിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ അകത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? പ്രകടമായി ജയിപ്പിച്ചു കൊടുത്തില്ലേ ഇല്ലേ? അതടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ്. അപ്പോൾ അത് നേരെ ഇടതുപക്ഷത്തിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക്. അത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനേക്കാളും ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ വിഭ്രാന്തിയാണ് ഈ പരാമർശങ്ങൾ. ഓക്കെ.